ടീനാസ് വന്ന അടുക്കളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, പനീർ ബിരിയാണി. അതിന് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ ക്യൂബ്സ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ത്രൂ കാണാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു പാനിലോട്ട് ഒഴിച്ചിട്ട് നമുക്കത് എണ്ണ ചൂടാകുമ്പം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ പനീറൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് നമ്മൾ ഇളക്കരുതും, കാരണം പനീർ അങ്ങ് പൊടിഞ്ഞു പോവും. അപ്പോൾ ഞാനിത് ബിരിയാണി ഉണ്ടാക്കുന്ന അതേ പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലോ വല്ലതും ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ ഇത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനൊരു പാത്രം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതേ പാനിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മാറ്റി വയ്ക്കുക ഒരു പാത്രത്തിലോട്ട്. അത് മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിലോട്ട് തന്നെയാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടാണ് ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എണ്ണ നെയ്യ് ഓപ്ഷണലാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നെയ്യിൽ ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓയിലിൽ ചെയ്യാം. ഞാനിത് രണ്ടും കൂടെ ചെയ്യുന്നത് നെയ്യിൻ്റെ ആ ഫ്ലേവർ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ അതിനാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. ഇതിലോട്ട് ഇനി നമുക്ക് നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ നമ്മുടെ സ്പൈസസിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ബിരിയാണി ജീരകമാണ്. അപ്പോൾ ജീരകം 3 തരം ഞാൻ 1/2 ടീസ്പൂൺ വീതമാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ 2 ബേ ലീഫും പിന്നെ കുറച്ച് ക്ലോവ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ ഒരു സ്പൈസ് ലെവലിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഏകദേശം ഒരു 5 തൊട്ട് 10 വരെ ക്ലോവ്സും പെപ്പറും എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്വല്പം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ടിപ്പാണെന്ന് തോന്നുന്നു. അപ്പം ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ വേഗം വഴണ്ട് കിട്ടും. അപ്പം നമുക്ക് ഓയിലിൻ്റെ കൺസംഷനും കുറവായിരിക്കും. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞാൻ റെഡിമെയ്ഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ എരിവിന് വേണ്ടിയിട്ട് നമുക്കൊരു 3 തൊട്ട് 4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കുരുമുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്, കുരുമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഞാൻ 1 കപ്പ് ഗ്രീൻ പീസ്, നല്ല ഫ്രഷ് ഗ്രീൻ പീസാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണക്ക് ഞാൻ ബസ്മതി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് നമ്മുടെ ഗ്രീൻ പീസിനും കൂടെ. അപ്പോൾ മൊത്തം 7 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ച് നിങ്ങളുടെ വെള്ളത്തിൻ്റെ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അതിലോട്ട് തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നെയ്യും കൂടെ ചേർക്കുന്നത്. നമ്മുടെ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ റൈസ് വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ചെയ്തായിരുന്നു. നമ്മുടെ വെള്ളം തിളച്ച് വരുന്നതേ ഉള്ളൂ. അതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 നുള്ള് ജീരകപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. അതിലോട്ട് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. അപ്പം ഇത് നമുക്കൊരു ഹാഫ് കുക്ക്ഡ് ആകുമ്പം നമുക്ക് ബാക്കി കുറച്ച് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പനീറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ബസ്മതി റൈസ് നമ്മൾ ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പം പൊട്ടിപ്പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഹാഫ് കുക്ക്ഡ് ആയിരിക്കുമ്പോൾ നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ പാത്രം തുറന്ന് നമ്മൾ അതിലോട്ട് കുറച്ച് കസൂരി മേത്തി ലീവ്സും പിന്നെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും അതും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഹാഫ് കുക്ക്ഡ് ആയ റൈസാണ്. അപ്പം നമുക്ക് കൺവീനിയൻ്റ്ലി ഇളക്കാം ഈ ഒരു കണ്ടീഷനിൽ. അപ്പം നമുക്കിതിലോട്ട് കസൂരി മേത്തി ലീവ്സ് ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്യാം, കൊറിയാണ്ടർ ലീവ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ കൊറിയാണ്ടർ ലീവ്സിന് പകരം മല്ലിയിലയ്ക്ക് പകരം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മേത്തി ലീവ്സാണ്. ഇതിലോട്ട് തന്നെ ഞാൻ പകുതി പനീറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ബാക്കി പനീർ അവസാനം ചേർക്കുന്നേ ഉള്ളൂ. അപ്പം പകുതി പനീർ ആഡ് ചെയ്തിട്ട് ഇതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഫുഡ് കളർ ഓപ്ഷണലാണ്, ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 to 3 മിനിറ്റ്സും കൂടെ ഇങ്ങനെ തന്നെ കുക്ക് ആയിക്കോട്ടെ. അപ്പോൾ ഇത് ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമുള്ള പ്രൊസീജിയറാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ, ഞാനിവിടെ യെല്ലോ ആൻഡ് ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് വെന്തതിന് ശേഷം നമ്മളിട്ട് മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യണം, അല്ലെങ്കിൽ ചോറങ്ങ് പൊട്ടിപ്പോവും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഹാഫ് കുക്ക്ഡ് പരുവത്തിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഈ ചൂടിൽ തന്നെ ഒരു 5 to 6 മിനിറ്റ്സ് അടച്ച് വയ്ക്കുകയാണെങ്കിൽ ചോറ് കംപ്ലീറ്റ്ലി വെന്ത് നമുക്ക് കഴിക്കാറാകുമ്പോഴത്തേക്കും കറക്റ്റ് പരുവായിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചോറ് അധികം വെന്ത് പോയിട്ടുമില്ല, എന്നാൽ ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒട്ടി ഇരിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഫ് കുക്ക്ഡ് ആകുമ്പം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബിരിയാണി പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ബാക്കി ഉണ്ടായിരുന്ന പനീറും കൂടെ ആഡ് ചെയ്ത് ഞാനൊരു ഫോക്ക് ഉപയോഗിച്ചാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. കാരണം ഇനി ഞാൻ വലിയ തവിയിട്ട് ഒരുപാട് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പം ചോറ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്കിത് നല്ല ചൂടോടെ സെർവ് ചെയ്ത് ഇഷ്ടമുള്ള കറിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ റൈത്തയുടെ കൂടെ കഴിക്കാം. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ ഈ പനീർ ബിരിയാണി ട്രൈ ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ടീനാസ് സ്വന്തം അടുക്കള.